ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ആതിരപ്പള്ളി വെള്ളച്ചാട്ടം അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. വർഷകാലത്ത് ആതിരപ്പള്ളിയിൽ പോയിട്ടുള്ളവർക്കെല്ലാം അത്ഭുതം നൽകിയിട്ടുള്ള ഒരു കാഴ്ചയാണ് ആ വെള്ളച്ചാട്ടത്തിൻ്റെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു ഓലക്കുടി. ഇത്രയേറെ ശക്തമായി കുത്തി ഒഴുകുന്ന വെള്ളപ്പാച്ചിലിന് നടുവിൽ എങ്ങനെയാണ് ആ കുടിൽ നിലനിൽക്കുന്നത് എന്ന് പലരും അതിശയിച്ചിട്ടുണ്ട്. തങ്ങളാണ് അത് നിർമ്മിച്ചത് എന്ന അവകാശവാദവുമായി പലരും മുന്നോട്ട് വന്നിട്ടുമുണ്ട്. പക്ഷെ നമുക്കൊന്ന് ഉറപ്പിക്കാം, ആ കുടിൽ അവിടെ പിടിച്ചു നിൽക്കുന്നതിന് കാരണം അതിൻ്റെ അടിസ്ഥാനം പാറമേലായതുകൊണ്ട്. ഇന്നത്തെ വായനകൾ ആത്മീയ ജീവിതത്തെ പ്രവൃത്തിയുമായി, ഭവന നിർമ്മാണവുമായി ബന്ധിപ്പിക്കുന്ന തിരുവചനങ്ങൾ. ഒന്നാമത്തെ വായനയിൽ യാക്കോബ് ശ്ലീഹ എഴുതുന്ന ലേഖനം 2-ാം അധ്യായത്തിൽ 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നത് വിശ്വാസം വെറും ഒരാശയമായി ഒരാളിൽ നിലനിന്നാൽ പോരാ, അത് പ്രവൃത്തിയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടണം. അതിന് ഉദാഹരണമായിട്ട് ശ്ലീഹ ചൂണ്ടിക്കാണിക്കുന്നത് പിശാചിനും ദൈവത്തെക്കുറിച്ച് അറിവുണ്ട്, വിശ്വാസമുണ്ട്, പക്ഷെ അവൻ ചെയ്യുന്നത് തിന്മകളാണ്. അപ്പോൾ വിശ്വാസം എന്നത് ഒരാളുടെ ഉള്ളിൽ മാത്രം അവശേഷിക്കാനുള്ള ഒരു ആശയമല്ല, മറിച്ച് അത് പ്രവൃത്തിയായി രൂപാന്തരപ്പെടാനുള്ളതാണെന്ന് ശ്ലീഹ വളരെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുക. ഇതേ ആശയത്തെ അതീവ കൃത്യതയോടെ, വ്യക്തതയോടെ അവതരിപ്പിക്കുകയാണ് മത്തായി ശ്ലീഹ എഴുതുന്ന സുവിശേഷം അധ്യായം 7 തിരുവചനങ്ങൾ 21 മുതൽ 28 വരെ. അവിടെ ഈശോ പറയുകയാണ്, എൻ്റെ വചനം കേൾക്കുകയും അതനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിയുന്നവനെ പോലെയാണ്. വലിയ അധ്വാനങ്ങളുടെ ആവശ്യമില്ല, വളരെ വേഗത്തിൽ അതിൻ്റെ അടിസ്ഥാനം ഉറപ്പിക്കാൻ കഴിയും, വളരെ വേഗം പണി പൂർത്തിയാക്കാൻ കഴിയും. പക്ഷെ അതിനെ കാത്തിരിക്കുന്ന ദുരന്തം അത് വലിയ വീഴ്ചയുടേതാണെന്ന് സുവിശേഷം അടിവരയിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ വചനം കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിയുന്ന വിവേകിയായ മനുഷ്യന് തുല്യനാണ്. അവിടെ മഴ പെയ്യുകയും കാറ്റൂതുകയും ജലപ്രവാഹങ്ങൾ ആഞ്ഞടിക്കുകയും ചെയ്തിട്ടും അത് വീഴാതെ നിന്നു, കാരണം അതിൻ്റെ അടിത്തറ പാറമേലായി. പ്രിയമുള്ളവരെ, നാം എല്ലാം നമ്മുടെ ആത്മീയ ജീവിതം കൊണ്ട് ഭവനങ്ങൾ നിർമ്മിക്കുന്നവരാണ്. അതിൻ്റെ അടിസ്ഥാനം പാറമേലായിരിക്കണമെന്ന് ഈശോ വളരെ വ്യക്തമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതുന്ന 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ നാം ഇതേ ആശയത്തെ വളരെ വ്യക്തമായിട്ട് കണ്ടുമുട്ടും. അവിടെ പൗലോസ് താൻ എപ്രകാരമാണ് തൻ്റെ ആത്മീയ ജീവിതം പടുത്തുയർത്താൻ തുടങ്ങുന്നത് എന്നതിനെക്കുറിച്ച് അതിമനോഹരമായിട്ട് വിവരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, എനിക്ക് നൽകപ്പെട്ട ദൈവകൃപയനുസരിച്ച് ഒരു വിദഗ്ധ ശില്പിയെ പോലെ ഞാൻ അടിസ്ഥാനമുണ്ട്. വിശ്വാസം ദൈവകൃപയാൽ ലഭിക്കുന്ന ഒന്നാണ്. നമ്മളെ എല്ലാം പൊതിഞ്ഞ് ആവരണം ചെയ്ത് ദൈവത്തിൻ്റെ കൃപകളുണ്ട്. ആ കൃപയോട് സഹകരിച്ചുകൊണ്ട്, ആ കൃപയോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ പ്രവൃത്തി ആരംഭിക്കുമ്പോഴാണ് നമ്മൾ വിദഗ്ധരായ ശില്പികളായിട്ട് മാറുന്നത്. നമ്മൾ വിശ്വാസ സൗധം പടുത്തുയർത്തുന്നവരായിട്ട് മാറും. തുടർന്ന് അദ്ദേഹം പറയുകയാണ്, യേശുക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു, അതിന്മേൽ മറ്റൊന്ന് ഇനി സ്ഥാപിക്കാൻ സാധ്യമല്ല. വിശ്വാസത്തിൻ്റെ ആധാരശില ക്രിസ്തുവാണ്. ക്രിസ്തുവല്ലാതെ മറ്റൊരു അടിസ്ഥാനം നമുക്കില്ല. അപ്പോൾ പാറയാകുന്ന ക്രിസ്തുവിന്മേൽ നമ്മുടെ അടിസ്ഥാനങ്ങളെ ഉറപ്പിക്കാൻ, വിശ്വാസ സൗധം പണിയാനുള്ള ഒരു ക്ഷണമാണ് ഓരോ വിശ്വാസിയെയും കാത്തിരിക്കുന്നത്. തുടർന്ന് അദ്ദേഹം പറയുകയാണ്, ഈ അടിസ്ഥാനത്തിന്മേൽ സ്വർണമോ രത്നങ്ങളോ വെള്ളിയോ തടിയോ പുല്ലോ വൈക്കോലോ കൊണ്ട് നമുക്ക് നിർമ്മിക്കാം. പക്ഷേ ഒന്നേ ഉള്ളൂ, ഒരു കാര്യം എപ്പോഴും മനസ്സിൽ ഓർക്കണം, ഇത് അഗ്നിപരീക്ഷയെ നേരിടാനുള്ളതാണ്. ഓരോ ഭവന നിർമ്മാണവും പരീക്ഷിക്കപ്പെടും, അത് അഗ്നിയിലൂടെ കടന്നുപോകും. അതുകൊണ്ട് ഓരോരുത്തരും എപ്രകാരമാണ് താൻ തൻ്റെ ഭവനം പണിയുന്നത് എന്ന് ഓർമ്മിക്കണം, ശ്രദ്ധിക്കണമെന്ന് ശ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതേ ആശയം തന്നെ ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഗോപുരം പണിയാൻ ഇച്ഛിക്കുന്നെങ്കിൽ ആദ്യമേ തന്നെ ഇരുന്ന് അതിൻ്റെ കണക്ക് കൂട്ടി നോക്കാത്തവൻ ആരുണ്ട്? ഒരു വലിയ കണക്കൂട്ടലുകൾ നമുക്ക് ആവശ്യം, അടിസ്ഥാനങ്ങളെ തിരഞ്ഞെടുക്കൽ ആവശ്യമുണ്ട്. അതിന്മേൽ കഠിനമായ ജോലി ചെയ്ത്, അത്യധ്വാനം ചെയ്ത് അതിൻ്റെ അടിത്തറകൾ ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഏത് പ്രലോഭന കൊടുങ്കാറ്റിനെയും ജലപ്രവാഹങ്ങളെയും നേരിടാനുള്ള ശേഷി നമ്മുടെ ഭവനങ്ങൾക്ക് ഉണ്ടാവും. ഇനി ഭവനത്തിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. ഭവനം ആർക്കെങ്കിലുമൊക്കെ അഭയം നൽകുന്നതാണ്. നമ്മുടെ ആരുടെയും ജീവിതങ്ങൾ ഒറ്റപ്പെട്ടു പോകരുത്. അത് മറ്റുള്ളവർക്ക് ഇടം കൊടുക്കുന്ന
അഭയം നൽകുന്ന വിശുദ്ധമായ ഇടങ്ങളായിട്ട് കൂടി മാറും. വിശ്വാസ ജീവിതം ആരെയും ഒരു ദ്വീപാക്കുന്നില്ല, ഒറ്റപ്പെട്ട വ്യക്തിയാക്കുന്നില്ല. അയാളെ കൂട്ടായ്മയിലേക്ക്, സഹവാസത്തിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലത്ത് നമ്മുടെ ആത്മീയ ജീവിതത്തെ, നമ്മുടെ വിശ്വാസത്തെ പ്രവൃത്തികൾ കൊണ്ട് പ്രകാശിതമാക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.